السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعد الله المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ومساكن طيبة في جنات عدن ورضوان من الله أكبر ذلك هو الفوز العظيم. صدق الله العظيم. ഏറെ സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ റമളാനിന്റെ അനുഗ്രഹീതമായ ഈ വെള്ളിയാഴ്ച നമ്മെല്ലാം അവന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ അള്ളാഹുവിന്റെ ജന്നാത്തുൻ നഈമിൽ നമ്മെ ഒരുമിപ്പിക്കുമാറാവട്ടെ. വിശുദ്ധ റമളാനിന്റെ ഈ മഗ്ഫിറത്തിന്റെ പത്ത് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ദോഷങ്ങളും മാപ്പാക്കപ്പെടാൻ കാരണമാക്കുമാറാവട്ടെ. അള്ളാഹു ഈ ദുനിയാവിൽ ഇനി നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ജീവിതം അള്ളാഹുവിന്റെ പൊരുത്തത്തിലും അവന്റെ തൃപ്തിയിലുമായി ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം പടച്ചവൻ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ബഹുമാനികളെ, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യവും അനുഗ്രഹവും ലഭിച്ച അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠവാനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അമ്പിയാക്കളിൽപ്പെട്ട 4 ഉലുൽ അസ്മുകളുണ്ട്. അവരിലും ഏറ്റവും ശ്രേഷ്ഠവാനാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ആകാശലോകത്തെ മാലാഖമാർ, അള്ളാഹുവിന് ഒരു തെറ്റും ചെയ്യാത്ത, അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കുന്ന മലക്കുകൾ, അവരെക്കാൾ ശ്രേഷ്ഠവാനാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, ആ മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠവാനായ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെക്കാളും ഏറ്റവും ശ്രേഷ്ഠവാനാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെക്കാൾ ഉന്നതനായ ഒരു സൃഷ്ടി മനുഷ്യരുടെ കൂട്ടത്തിലോ മലക്കുകളുടെ കൂട്ടത്തിലോ ഇല്ല. അത്രയും മഹത്വമുള്ള പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും വലിയ സ്ഥാനം ലഭിക്കുമ്പോഴും തങ്ങൾ 7 ആകാശവും കടന്നുപോയി സാഹിബുൽ മിഅ്റാജായ ആളാണ്. അള്ളാഹുവിനെ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. നാളെ പരലോകത്തും അല്ലാഹു തആല ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത്, ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് അവരോധിക്കുന്നത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ദുനിയാവിലോ ആഖിറത്തിലോ തങ്ങളെക്കാൾ ഉന്നതമായ ഒരു അവസ്ഥ വേറെ ആർക്കും ഇല്ല. പക്ഷേ ഇത്രയും വലിയ സ്ഥാനവും ഇത്രയും വലിയ പദവിയും തങ്ങൾക്ക് ലഭിക്കുമ്പോഴും തങ്ങൾ എങ്ങനെ അറിയപ്പെടാനാണ് ഇഷ്ടപ്പെട്ടത്? ഇത്രയും വലിയ സ്ഥാനമാനങ്ങളുടെ അകമ്പടിയൊക്കെ തങ്ങൾക്കുണ്ടെങ്കിലും തങ്ങൾ എങ്ങനെ, ഏത് പേരിൽ അറിയപ്പെടണമെന്നാണ് ഇഷ്ടപ്പെട്ടത്? തങ്ങൾ ഇഷ്ടപ്പെട്ടത് ഒരു അടിമയായി അറിയപ്പെടാനാണ്.
അള്ളാഹുവിന്റെ ഒരു സാധാരണ അടിമയായി അറിയപ്പെടാനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹിച്ചത്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആയിഷ, ലൗ ശിഅ്തു ലസാറത് മഈ ജിബാലു ദഹബ്. നിനക്കറിയോ, ഞാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എന്നോടൊപ്പം സ്വർണത്തിന്റെ മലകൾ സഞ്ചരിക്കുമായിരുന്നു. ഞാൻ പോകുന്നിടത്തെല്ലാം എന്റെ ഇടതും വലതും സ്വർണത്തിന്റെ മലകൾ ഉണ്ടാകുമായിരുന്നു. അത്രയും വലിയ സമ്പത്ത് എനിക്ക് ഉണ്ടാകുമായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ. ജാഅനി മലക്കുൻ, ഒരിക്കൽ എന്റെ അടുക്കൽ ഒരു മലക്ക് വന്നു, ആയിഷ, ഫഖാല ഇന്ന റബ്ബക യഖറഉ അലൈക സലാം. മലക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, അല്ലാഹു അങ്ങക്ക് അല്ലാഹുവിന്റെ സലാം പറയുന്നുണ്ട്. വയഖൂലു ലക, എന്നിട്ട് അല്ലാഹു അങ്ങയോട് ഇങ്ങനെ പറയാൻ എന്നോട് ആവശ്യപ്പെട്ട് അയച്ചതാണ്, ഇൻ ശഅത നബിയൻ അബ്ദ വ ഇൻ ശഅത നബിയൻ മലിക. നബിയെ, അങ്ങക്ക് ഒരു അടിമയായ പ്രവാചകനാകാനാണോ ഇഷ്ടം, അതല്ല ഒരു രാജാവായ പ്രവാചകനാകാനാണോ ഇഷ്ടം? രണ്ടും ചോയ്സ് അല്ലാഹു തആല അങ്ങക്ക് തന്നിരിക്കുന്നു, ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഫനളർതു ഇലാ ജിബ്രീൽ, അപ്പോൾ എൻ്റെ അടുക്കൽ ജിബ്രീൽ ഉണ്ടായിരുന്നു അലൈഹിസ്സലാം. ഫഅശാറ ഇലൈ അൻ ലഅ നഫ്സക, ഞാൻ എന്ത് പറയണമെന്ന ഉദ്ദേശത്തിലാണ് ജിബ്രീലിന്റെ മുഖത്തേക്ക് നോക്കിയത്. അപ്പൊ ജിബ്രീൽ പറഞ്ഞു, അൻ ലഅ നഫ്സക, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ വിനയാന്വിതമായി വെക്കുക, നിങ്ങൾക്ക് നല്ലത് അതാണ്. ഫഖുൽതു നബിയൻ അബ്ദ, അപ്പോൾ ആ മലക്കിനോട് പറഞ്ഞു, എന്റെ ഇഷ്ടം ഒരു അടിമയായ നബിയാകാനാണ്. ഫകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ ദാലിക്, പറയപ്പെടുന്നുണ്ട്, ഈ ഒരു സംഭവത്തിന് ശേഷം അല്ലാഹു തആല രാജാവായ പ്രവാചകനാകണോ അതല്ല അടിമയായ പ്രവാചകനാകണോ എന്ന് ആ ഒരു ഇഷ്ടം തിരഞ്ഞെടുക്കാനുള്ള അവകാശം കൊടുത്തപ്പോൾ തങ്ങൾ തിരഞ്ഞെടുത്തത് നബിയൻ അബ്ദ, ഒരു അടിമയായ പ്രവാചകനാകാനാണ്. അതിനുശേഷം ലാ യഅ്കുലു കമാ ലാ യഅ്കുലു മുത്തഖിഅ, അതിനുശേഷം നബിതങ്ങൾ ഏതെങ്കിലും ഒരു ഭക്ഷണം ചാരി ഇരുന്ന് കഴിച്ചിട്ടില്ല. കാരണം ഒരു അടിമയുടെ ലക്ഷണമല്ല. ഒരു അടിമ എന്ന് പറയുമ്പോൾ അടിമയുടെ കുറെ അടയാളങ്ങളും ലക്ഷണങ്ങളുമുണ്ട്. സുഖിച്ച് ജീവിക്കാൻ കഴിയില്ല, ചാരിയിരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, പട്ടുമെത്തയിൽ കിടന്നുറങ്ങാൻ കഴിയില്ല. ആ കുലുക്കമായ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന വാക്കിങ്ങനെയാണ്, ആ കുലുക്കമായ അബ്ദ്, ഒരു അടിമ ഭക്ഷിക്കുന്നത് പോലെ ഞാൻ ഭക്ഷിക്കും. വഅജ്ലിസു കമാ യജ്ലിസുൽ അബ്ദ്, ഒരു അടിമ ഇരിക്കുന്നത് പോലെ ഞാൻ ഇരിക്കും. ഓക്കേ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ എന്ന് പറഞ്ഞാൽ തങ്ങൾ തറയിലിരുന്നേ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ, മേൽ ഇരുന്ന് തങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. കാരണം അടിമകൾ അങ്ങനെയല്ലേ, അടിമ ഉടമ സമ്പ്രദായം, യജമാനനും അടിമയുമാകുമ്പോൾ ഒരു യജമാനന്റെ മുന്നിൽ അടിമ എങ്ങനെയാണ് നിൽക്കുക? പഴയ കാലത്ത്, പുരാതന കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നല്ലോ അടിമ സമ്പ്രദായങ്ങൾ. അന്നൊക്കെ ഒരു അടിമ അവരുടെ മുതലാളിയുടെ മുമ്പിൽ, യജമാനന്റെ മുമ്പിൽ എങ്ങനെയാണ് നിന്നിരുന്നത്? ആ ഒരു അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിമ ഭക്ഷണം കഴിക്കുന്ന പോലെ ഭക്ഷണം കഴിക്കുമായിരുന്നു. വഅജ്ലിസു കമാ യജ്ലിസുൽ അബ്ദ്, ഒരു അടിമ ഇരിക്കുന്നത് പോലെ ഇരിക്കുമായിരുന്നു. പറഞ്ഞു വന്നത്, ഇത്രയും വലിയ ആകാശ ലോകങ്ങളും കടന്ന് ഉന്നതമായ സ്ഥാനം ലഭിച്ച സാഹിബുൽ മിഅ്റാജായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതൊക്കെ കയ്യിൽ ലഭിക്കുമ്പോഴും ഈ കിരീടങ്ങളൊക്കെ തങ്ങൾക്കുണ്ടാകുമ്പോഴും തങ്ങൾ ആഗ്രഹിച്ചത് ഒരു അടിമയായി ജീവിക്കാനാണ്, അള്ളാഹുവിന്റെ ഉത്തമനായ ഒരു അടിമ. കാരണം എന്ത്? അല്ലാഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥാനവും അടിമയാവുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ അടിമ അതാണ് സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി. അല്ലാഹു തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഇസ്റാഉം മിഅ്റാജും ചെയ്യിപ്പിച്ച് അള്ളാഹുവിനെ കാണാൻ അല്ലാഹ് നേരിട്ട് വിളിച്ച കഥ ഖുർആൻ പറഞ്ഞപ്പോഴും അല്ലാഹ് പ്രയോഗിച്ചത് അസ്റാ ബിഅബ്ദിഹി, അള്ളാഹു അവന്റെ അടിമയെ കൊണ്ടുപോയെന്നാണ്. ആലോചിച്ചു നോക്കീൻ. കാരണം അള്ളാഹുവിന് ഇഷ്ടവും അങ്ങനെയാണ്. കാരണം അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുന്നത് അള്ളാഹുവിന്റെ അടിമയ്ക്കാണ്. സ്വർഗത്തെക്കാൾ ഏറ്റവും പ്രധാനം അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ തൃപ്തി ആർക്കാ കിട്ടുക? അള്ളാഹുവിന്റെ അടിമയായി സ്വയം പ്രഖ്യാപിച്ച്. ഒരു അടിമയ്ക്ക് സ്വന്തം ഇഷ്ടങ്ങളില്ല, അവിടെയാണ് അടിമയുടെ പ്രത്യേകത. ഒരു അടിമയ്ക്ക് സ്വന്തം താല്പര്യങ്ങളില്ല, ഒരു അടിമയ്ക്ക് സ്വന്തം അഭിപ്രായമില്ല. എല്ലാം ഉടമ എന്താണോ പറയുന്നത് അതാണ് അടിമയുടെ തീരുമാനം.
ഉടമ എന്താണോ കൽപ്പിക്കുന്നത് അതാണ് അടിമയുടെ ഇഷ്ടം. അതിനേക്കാൾ അപ്പുറത്ത് വേറെ ഒന്നുമില്ല. അപ്പോൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ ഉത്തമനായ ഒരു അടിമ എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇഷ്ടവുമില്ല, തങ്ങൾക്കായിട്ടൊരു താല്പര്യവുമില്ല, തങ്ങൾക്കായിട്ടൊരു ആഗ്രഹങ്ങളുമില്ല, എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ച ഒരു അടിമ. അതോടെയാണ് ആ അടിമയ്ക്ക് അള്ളാഹു കൊടുക്കുന്നത് സ്വർഗത്തേക്കാൾ മൂല്യമുള്ള ഒന്നാണ്. അങ്ങനെയുണ്ട്. സ്വർഗത്തേക്കാൾ മൂല്യമുള്ളത് നമ്മളെപ്പോഴും ചോദിക്കുന്നത് സ്വർഗമാണ്, അല്ലെ? എന്നാൽ സ്വർഗത്തേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹു തആല ഒരാളിന് കൊടുക്കും. അതെന്താ? വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അള്ളാഹു തആല മുഅ്മിനായ പുരുഷനും മുഅ്മിനായ സ്ത്രീക്കും വാഗ്ദാനം ചെയ്തത് ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തിലൂടെ നദികൾ ഒഴുകുന്ന മനോഹരമായ സ്വർഗമാണ്, ഉദ്യാനമാണ്. ഖാലിദീന ഫീഹാ, അവർ അവിടെ ശാശ്വതമായിരിക്കും. വമസാകിന ത്വയ്യിബ, വളരെ മനോഹരമായ ഉദ്യാനങ്ങളും തോട്ടങ്ങളും താമസ സൗധങ്ങളും അല്ലാഹ് അവർക്ക് കൊടുക്കും. ഫീ ജന്നാതി അദിൻ, അതിനെന്ന സ്വർഗത്തിൽ. ഇതെല്ലാം അല്ലാഹു തആല കൊടുക്കുമ്പോഴും വരിദ്വാനും മിനല്ലാഹി അക്ബർ, അല്ലാഹുവിന്റെ തൃപ്തിയാണ് ഏറ്റവും വലുത്. അതാണ് ഏറ്റവും വലിയ വിജയമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. അല്ലാഹു തആല നമുക്ക് ആ തൃപ്തി നൽകുമാറാകട്ടെ. റിദ്വാനും മിനല്ലാഹി അക്ബർ, വരിദ്വാനും മിനല്ലാഹി അക്ബർ, അല്ലാഹുവിന്റെ തൃപ്തിയാണ് ഏറ്റവും വലുത്. അതാണ് നമുക്ക് കിട്ടേണ്ടത്. നാളെ സ്വർഗത്ത് വെച്ചിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഇങ്ങനെ കാണാം, സ്വർഗവാസികളെ എല്ലാം അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. സ്വർഗത്തിന്റെ സുഖങ്ങളും സ്വർഗത്തിന്റെ അനുഭൂതികളും ആസ്വദിച്ച് സ്വർഗവാസികൾ ഇങ്ങനെ കഴിയുമ്പോൾ അല്ലാഹു തആല അവരെ വിളിക്കും, യാ അഹ്ലൽ ജന്ന, ഓ സ്വർഗവാസികളെ. അല്ലാഹുവിന്റെ വിളിയാണ്. അപ്പോൾ അവർ മറുപടി പറയും, ലബ്ബൈക യാ റബ്ബനാ വസഅദൈക്, ലബ്ബൈക യാ റബ്ബനാ വസഅദൈക്. അല്ലാഹുവേ, സന്തോഷത്തോടുകൂടി അവർ മറുപടി അല്ലാഹുവിനോട് പറയും, അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകും. ഫയഖൂൽ, അപ്പോൾ അല്ലാഹു തആല ചോദിക്കും, ഹൽ റദീതും, എല്ലാം നിങ്ങൾക്ക് തൃപ്തിയായോ, മതിയായോ ഈ സ്വർഗത്തിൽ? ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടാനുണ്ടോ? സുഖങ്ങളോ സന്തോഷങ്ങളോ ഈ സ്വർഗത്തിൽ നിങ്ങൾക്ക് കിട്ടാനുണ്ടോ? ഫയഖൂലൂൻ, അപ്പോൾ അവർ പറയുമത്രേ, മാലനാ യാ റബ്ബ് ലാ നർളാ, അല്ലാഹുവേ, ഈ സ്വർഗത്തിൽ ഇനി ഞങ്ങൾക്ക് തൃപ്തിപ്പെടാൻ വേറെ എന്ത് വേണം? ഇനി ഞങ്ങൾക്ക് ഇവിടെ മതിയാവാൻ എന്ത് വേണം? വഖദ് അഅതൈതനാ മാ ലം തുഅതി അഹദൻ മിൻ ഖൽഖിക്, നിന്റെ സൃഷ്ടികളിൽ നിന്ന് ഒരാൾക്കും കൊടുക്കാത്ത മുഴുവൻ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ഇവിടെ തന്നില്ലേ? ദുനിയാവിൽ വെച്ച് ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ വലിയ മണിമാളികകൾ, അമ്പരചുംബികളായ കൊട്ടാരങ്ങൾ ഞങ്ങൾക്ക് ഈ സ്വർഗത്തിൽ തന്നു. ദുനിയാവിൽ വെച്ച് ഞങ്ങൾ സങ്കല്പിച്ചിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഈ സ്വർഗത്തിൽ തന്നു. ദുനിയാവിൽ വെച്ച് ഞങ്ങൾ ഒരു കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ദുനിയാവിൽ ആരും പറഞ്ഞ് വിശേഷിപ്പിച്ചതിനേക്കാൾ അപ്പുറമുള്ള സ്വർഗമാണ് നീ ഞങ്ങൾക്ക് തന്നത്. സ്വർഗം അങ്ങനെയാണ്. നമ്മളുടെ മനസ്സുകൊണ്ട് ഇമേജിൻ ചെയ്യുന്ന എന്തൊക്കെയുണ്ടോ അതിനേക്കാളൊക്കെ അപ്പുറത്താണ് ഇവിടെയുള്ളത്, സ്വർഗത്തിലുള്ളത്. ഈ ദുനിയാവിൽ നമ്മൾ കണ്ട അന്തം വിട്ടുപോയ ഒരുപാട് കൗതുകങ്ങളുണ്ട്, അല്ലെ? ഒരുപാട് അത്ഭുതങ്ങളുണ്ട് ഈ ദുനിയാവിൽ നമ്മൾ കണ്ടിട്ട്. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്താണ് ഈ ദുനിയാവിൽ വെച്ച് നമ്മളുടെ കണ്ണ് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ജീവിതത്തിൽ കാണാൻ കഴിയാത്ത അനുഗ്രഹങ്ങളാണ് അല്ലാഹ് മുഅ്മിനീങ്ങൾക്ക് സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. ആസ്വദിക്കാൻ അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇങ്ങനെ സ്വർഗവാസികൾ പറയാണ്, അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തന്നതിനപ്പുറം ഇനി ഇവിടെ എന്ത് വേണം ഞങ്ങൾക്ക് തൃപ്തിപ്പെടാൻ? ഞങ്ങൾക്കിനി മതിയായ ഈ ദുനിയാവിൽ ഇതിനേക്കാൾ, ഈ സ്വർഗത്തിൽ ഇതിനേക്കാൾ എന്ത് വേണം? അപ്പോൾ അല്ലാഹു തആല അവരോട് പറയുമത്രേ, ഇന്നി അലാ ഉഅതീകും അഫ്ളല മിൻ ദാലിക്, ഇല്ല, ഞാൻ തന്നു തീർന്നിട്ടില്ല, ഇതിനേക്കാൾ ശ്രേഷ്ഠമായതിനെ ഞാൻ നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഫയഖൂലൂൻ, അവർ പറയും, യാ റബ്ബി വഅയ്യ ശൈഇൻ അഫ്ളലു മിൻ ദാലിക്, ഈ സ്വർഗത്തിൽ കണ്ട പാലരുവികളെക്കാൾ, തേനരുവികളെക്കാൾ, മണിമാളികകളെക്കാൾ, ഈ സ്വർഗത്തിൽ കണ്ട ഹൂറുൽ ഹിസാനിനേക്കാൾ ഇനിയും ശ്രേഷ്ഠമായത് എന്താണ് സ്വർഗത്തിലുള്ളതല്ലാഹ്? ഫയഖൂൽ, അപ്പോൾ അല്ലാഹു തആല അവരോട് പറയുന്നു, ഉഹില്ലു അലൈക്കും റിദ്വാനി ഫലാ അസ്ഖുതു അലൈക്കും അബദാ, ഉഹില്ലു അലൈക്കും റിദ്വാനി ഫലാ അസ്ഖുതു അലൈക്കും അബദാ,
ഇനിയാണ് എന്റെ തൃപ്തി ഞാൻ നിങ്ങളുടെ മേൽ വെക്കുന്നത്. ഈ സ്വർഗത്തിനേക്കാളൊക്കെ അപ്പുറം ഇനി എനിക്കുള്ളത് എന്റെ തൃപ്തിയാണ്. അതാണ് ഏറ്റവും വലുത്. ഇനി ഒരിക്കലും നിങ്ങളോട് ഞാൻ കോപിക്കുകയില്ല. ദുനിയാവിൽ മനുഷ്യന്റെ പേടി എന്താണ്? മുഅ്മിനീങ്ങൾക്ക്, മനുഷ്യൻ എന്ന് പറയുമ്പോൾ സത്യവിശ്വാസികൾക്ക് പേടി എന്താ? ഞാൻ തെറ്റ് ചെയ്താൽ അള്ളാഹു കോപിക്കുമെന്നാ, അല്ലെ? അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് കാവൽ തേടാറുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വഅഊദു ബിക മിൻ സഖതിക വന്നാർ. തൽബിയത്ത് ചൊല്ലിയതിനു ശേഷം സുന്നത്തായ ഒരു ദുആയാണിത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വഅഊദു ബിക മിൻ സഖതിക വന്നാർ. അല്ലാഹുവേ, ഞാൻ നിന്നോട് സ്വർഗ്ഗവും നിന്റെ തൃപ്തിയും ചോദിക്കുന്നു. വഅഊദു ബിക മിൻ സഖതിക വന്നാർ, നിന്റെ കോപത്തിൽ നിന്നും നരകത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അത് കിട്ടിയാൽ പിന്നെ രക്ഷപ്പെടില്ല അള്ളാഹുവിന്റെ കോപം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ പേടി നമുക്ക് ദുനിയാവിലാണ്. ഈ പേടി സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്താലും, നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും എന്റെ തൃപ്തി നിങ്ങളുടെ മേലുണ്ട്. ഒരിക്കലും ഞാൻ നിങ്ങളോട് കോപിക്കുകയില്ല. ഒരിക്കലും എന്റെ ദേഷ്യം നിങ്ങൾക്കുണ്ടാകുമെന്ന് നിങ്ങൾക്ക് പേടി വേണ്ട. ഇവിടെ നിങ്ങൾ സർവ്വ സ്വതന്ത്രരാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം. അപ്പോൾ അള്ളാഹുവിന്റെ തൃപ്തിയാണ് സ്വർഗത്തിനേക്കാൾ വിലപ്പെട്ടത്, സ്വർഗത്തിനേക്കാൾ ശ്രേഷ്ഠമായത്. അത് അള്ളാഹു തആല സ്വർഗവാസികൾക്ക് അവസാനം കൊടുക്കുന്ന സംഗതിയാണ്. അവിടെ ലഭിക്കുന്നതിന് നേടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പരലോകത്ത് അള്ളാഹു തആല നമുക്ക് നൽകുന്ന ഈ തൃപ്തി എന്ന വലിയ സൗഭാഗ്യം ദുനിയാവിൽ വെച്ച് കിട്ടിയ ചില ആളുകളുണ്ട്. അങ്ങനെയുണ്ട്. നമുക്ക് ഉറപ്പുണ്ടോ? പടച്ചവനെ, എത്രയോ അകലെയാണ് ഞാനും നിങ്ങളൊക്കെ അള്ളാഹുവിന്റെ തൃപ്തിയിൽ നിന്ന്. പരലോകത്ത് അല്ലാഹു തആല ആസ്വദിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്നാൽ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹുവിന്റെ തൃപ്തി, ഈ മഹാഭാഗ്യം ആസ്വദിച്ച, സ്വന്തം കാതുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി കിട്ടി എന്ന് പറയപ്പെട്ട ചില ആളുകളുണ്ട് ഇവിടെ. അവരാണ് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾ. السابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. എത്ര മനോഹരം! അല്ലാഹു തആല പറയാ, السابقون الأولون من المهاجرين والأنصار. മുഹാജിരീങ്ങളിൽ നിന്നും അൻസാറുകളിൽ നിന്നും മുൻകടന്ന് ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്നവർ, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നല്ല നിലയിൽ അവരെ പിൻപറ്റി അനുധാവനം ചെയ്ത ആളുകൾ. ഈ ഭൂമി ലോകത്ത് അള്ളാഹുവിന്റെ അമ്പിയാക്കളാണ് ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാർ. അവർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സൗഭാഗ്യം ലഭിച്ചവർ അള്ളാഹുവിന്റെ മുത്തുനബിയുടെ സഹാബാക്കളാണ് റളിയല്ലാഹു അൻഹും. അല്ലേ? ഈ മുഹാജിറുകൾ, അൻസാറുകൾ മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്ത് കുടുംബത്തെ വിട്ട്, നാട് വിട്ട്, എല്ലാം വിട്ടെറിഞ്ഞിട്ട് മദീനയിലേക്ക് പോയ മുഹാജിറുകൾ, ഒന്നുമില്ലാതെ മദീനയിലെത്തിയ അഭയാർത്ഥികളാകുന്ന മുഹാജിറുകളെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച് ചേർത്ത് പിടിച്ച അൻസാറുകൾ. ഇവ രണ്ടുപേരുമാണ് സഹാബാക്കൾ. മുഹാജിറുകൾ മക്കക്കാർ, അൻസാറുകൾ മദീനക്കാർ. ഇവ രണ്ടുപേരുമാണ് സഹാബാക്കൾ. ഈ രണ്ട് വിഭാഗവും റളിയല്ലാഹു അൻഹു വറളൂ അൻ, അല്ലാഹ് അവരെ കൊണ്ട് തൃപ്തിപ്പെട്ടു, അവർ അല്ലാഹുവിനെ കൊണ്ട് തൃപ്തിപ്പെട്ടു. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു സഹാബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്താ റളിയല്ലാഹുവിന്റെ അർത്ഥം? റളിയല്ലാഹു അൻഹു, അല്ലാഹ് അവരെ കൊണ്ട് തൃപ്തിപ്പെട്ടു. ഇതാണ് റളിയല്ലാഹുവിന്റെ അർത്ഥം. അള്ളാഹു അവരെ കൊണ്ട് തൃപ്തിപ്പെടുത്തു. ഈ സാധുവായ എന്നെ കുറിച്ചോ നിങ്ങളെ കുറിച്ചോ പേര് കേട്ടാൽ ആരെങ്കിലും പറയോ റളിയല്ലാഹു അൻഹു എന്ന്? ആ സ്ഥാനത്ത് നമ്മൾ എത്തിയിട്ടുണ്ടോ? പക്ഷെ സഹാബാക്കളുടെ ഒരു പേര് കേട്ടാൽ ഇസ്ലാമിക ലോകം ഖിയാമത്ത് നാൾ വരെ ഇസ്ലാമിന്റെ ബാലപാഠം പഠിച്ച ഏതൊരു കുഞ്ഞും ഒരു സഹാബിയുടെ പേര് കേൾക്കുമ്പോൾ മഹാനായ സയ്യിദന ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ആരുമാകട്ടെ, സയ്യിദന ബിലാൽ റളിയല്ലാഹു അൻഹു, ആഫ്രിക്കയുടെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരു അടിമയായി മക്കയിലെത്തി അവിടത്തെ യജമാനന്റെ മുഴുവൻ ആട്ടും തൊഴുത്തും ഒക്കെ അനുഭവിച്ച് മണലാരുണ്യത്തിൽ കിടന്ന് ചുട്ടുകൊള്ളുന്ന തറയിൽ കിടന്നിട്ട് മുകളിൽ പാറക്കല്ലെടുത്ത് വെച്ച് ആ വിശ്വാസത്തിന്റെ ദൃഢതയെ നശിപ്പിക്കാൻ കഴിയാത്ത സയ്യിദന ബിലാൽ
റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ കഅബ ശരീഫിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ആദ്യമായി ബാങ്കുലി മുഴക്കാൻ ഭാഗ്യം കിട്ടിയ സയ്യിദന ബിലാൽ റളിയല്ലാഹു അൻഹു അടിമയായിരുന്നു. ലോകത്ത് മനുഷ്യരുടെ കൂട്ടത്തിൽ അടിമയായിരുന്നു, നീഗ്രയായിരുന്നു, ആഫ്രിക്കക്കാരനായിരുന്നു. പക്ഷേ ഖിയാമത്ത് നാൾ വരെ ആര് സയ്യിദന ബിലാൽ റളിയല്ലാഹുവിന്റെ പേര് കേൾക്കുന്നുവോ അവരെല്ലാവരും പറയും റളിയല്ലാഹു അൻഹു, റളിയല്ലാഹു അൻഹു. എന്താർത്ഥം? അല്ലാഹ് അവരെ കൊണ്ട് തൃപ്തിപ്പെട്ടു. സ്വർഗത്തിൽ നമുക്ക് കിട്ടേണ്ട സ്ഥാനം ഈ ലോകത്ത് വെച്ച് തന്നെ അള്ളാഹു കൊടുത്തു. റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ തൃപ്തി. അവരാണ് സഹാബാക്കൾ. ആ സഹാബാക്കളിൽ ഏറ്റവും പ്രഗത്ഭരാണ്, ഏറ്റവും ശ്രേഷ്ഠരായവരാണ് ആ സഹാബകളുടെ കൂട്ടത്തിൽ നിന്ന് ബദരീങ്ങൾ. നമുക്കറിയാം, ബദരീങ്ങൾ റമളാനുകളിൽ ബദരീങ്ങളെ അനുസ്മരിക്കപ്പെടാറുണ്ട്. ബദരീങ്ങളുടെ ചരിത്രങ്ങൾ പറയപ്പെടാറുണ്ട്. എന്തുകൊണ്ട്? അവർ ഖിയാമത്ത് നാൾ വരെ ഓർമ്മിപ്പിക്കപ്പെടേണ്ടവരാണ്, അവർ അനുസ്മരിക്കപ്പെടേണ്ടവരാണ്. കാരണം അവരാണ് ഈ ദുനിയാവിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന സത്യവചനത്തെ, ഷഹാദത്തിനെ സംസ്ഥാപിച്ചവർ അവരാണ്. അവരുടെ രക്തം കൊടുത്തു, അവരുടെ ജീവിതം കൊടുത്ത്, അവരുടെ ജീവൻ കൊടുത്തിട്ട് ഈ ലോകത്ത് സ്ഥാപിച്ചതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അതാണ് ഇതിന്റെ പ്രത്യേകത. അവരാണ് ലോകത്തെ ഏറ്റവും വലിയ രാജാക്കന്മാർ, ബദരീങ്ങൾ. വജാദൂ ബി അംവാലിൻ وباعوا نفوسهم لدين الهدى في كل موطن غزوتي وشرف منهم أهل بدر إلى هنا وجادوا بأموال. അള്ളാഹുവിന്റെ മുത്തുനബിയുടെ സഹാബാക്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരവരുടെ സമ്പത്ത് കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി മുഴുവനും സമർപ്പിച്ചു. അവർ അവരുടെ ശരീരങ്ങളെ തന്നെ വിറ്റു. ആർക്ക് വേണ്ടി? ലിദീനിൽ ഹുദാ, ഈ പരിശുദ്ധമായ സന്മാർഗത്തിന്റെ ദീനിന് വേണ്ടി. നമ്മളെപ്പോലെ അല്പസമയം കൊടുത്തവരല്ല, നമ്മളെപ്പോലെ ഒരു അല്പ സമ്പത്ത് കൊടുത്തവരല്ല. അവരുടെ ഏറ്റവും വിലപ്പെട്ട ജീവിതം തന്നെ അള്ളാഹുവിന് വേണ്ടി കൊടുത്തവർ അവരാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് അവന്റെ സ്വന്തം ശരീരമാണ്. ഓരോരുത്തർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവൻ ഭാര്യ എന്ന് പറയും, മക്കൾ എന്ന് പറയും, ഒക്കെ പറയും. പക്ഷേ എല്ലാവർക്കും ഒന്നാമതായി ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് തന്നെയാണ്? അവനവന്റെ ശരീരം തന്നെയാണ്. അത് കഴിഞ്ഞിട്ടേ വേറെ എന്തുമുള്ളൂ. ആ ഏറ്റവും വിലപ്പെട്ട ശരീരത്തെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചവരാണ് അള്ളാഹുവിന്റെ മുത്തുനബിയുടെ സഹാബാക്കൾ. അതിൽ ഏറ്റവും പ്രഗത്ഭരായ ബദരീങ്ങൾ അതാണ്. വജാദൂ ബി അംവാലിൻ വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതിനി ഗസ്വതി. സഹാബാക്കളുടെ ജീവിതത്തിൽ എത്ര യുദ്ധങ്ങളാണ്, എത്ര രണഭൂമികളാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവിടെയെല്ലാം ഷഹീദായത്, ജീവിതവും ജീവനും ഒക്കെ കൊടുത്തത് അല്ലാഹുവിന്റെ സഹാബാക്കളല്ലേ. അതുകൊണ്ട് തന്നെ ബദരീങ്ങളെ കുറിച്ച് തിരുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്നല്ലാഹു തആല അലാ അഹ്ലി ബദർ. അല്ലാഹു തആല ബദരീങ്ങളുടെ മേൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അല്ലാഹു പറയുന്നുണ്ട്, ഇഫ്അലൂ മാ ശിഅ്തും. ബദരീങ്ങളെ, അഹ്ലുൽ ബദർ, യാ അഹ്ലൽ ബദർ ഇഫ്അലൂ മാ ശിഅ്തും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഫഖദ് ഗഫർതു ലക്കും. ഒരു പ്രശ്നമില്ല, ഞാൻ നിങ്ങൾക്കെല്ലാം അഡ്വാൻസ് പുറത്തു തന്നിരിക്കുന്നു. ആണ് ബദരീങ്ങളോട് അള്ളാഹുവിന്റെ വാക്കാണ്. അള്ളാഹു തആല അവരെ ബഹുമാനിച്ചത് എങ്ങനെയാണ്? ഇഅ്മലൂ മാ ശിഅ്തും. നിങ്ങൾക്ക് ഇനി എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളുക. ഫഖദ് ഗഫർതു ലക്കും. ഞങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. സഹാബാക്കളുടെ ഇടയിലുള്ള VIP കളായിരുന്നു ബദരീങ്ങൾ. അങ്ങനെയുണ്ട്, സഹാബാക്കളുടെ ഇടയിലുള്ള VIP കളായിരുന്നു എന്ന് പറഞ്ഞാൽ, കുറെ സഹാബാക്കൾ ഇരിക്കുന്നിടത്തേക്ക് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരാൾ കടന്നു വന്നാൽ മറ്റൊരു സഹാബിയെ മാറ്റിയിട്ട് ബദരീങ്ങൾക്ക് മുമ്പിൽ സീറ്റ് കൊടുക്കുമായിരുന്നു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രശംസ കിട്ടിയവരല്ലേ. ഫഖദ് ഗഫർതു ലക്കും. ഇനി നിങ്ങൾക്ക് തെറ്റെന്ന് പറയുന്നൊരു സംഗതിയില്ല. സഹാബാക്കൾ ചെയ്യില്ല, അവർ ചെയ്യാൻ തയ്യാറാകുന്നവരല്ല. പക്ഷെ അവരുടെ സ്ഥാനത്തെ അല്ലാഹു തആല ഉയർത്തിക്കൊണ്ട് പറഞ്ഞതാണ്, ഇഫ്അലൂ മാ ശിഅ്തും ഫഖദ് ഗഫർതു ലക്കും. എന്തുകൊണ്ടാണ് ഇത്രയും ഉന്നതമായ സ്ഥാനം അവർക്ക് കിട്ടിയത്? അല്ലാഹു തആല എല്ലാ നിലയിലും അവരെ ദുനിയാവിൽ അല്ലാഹു തആല അവർക്ക് സ്ഥാനം കൊടുത്തിട്ടുണ്ട്, VIP കളാക്കി. നാളെ പരലോകത്തും റളിയല്ലാഹു അൻഹു വറളു അൻഹു, അവർക്കാണ് സ്വർഗ്ഗത്തിൽ ഒന്നാമത്തെ സ്ഥാനം.
പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന്, വിശ്വാസികളിൽ നിന്ന് ആദ്യമായി സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടുന്നത് ഈ സഹാബാക്കൾക്കാണ്. അതിൽ ഒന്നാമത്തെ നമ്പർ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, പിന്നെ മറ്റുള്ള സഹാബാക്കൾ, പിന്നെ ഈ ലോകത്തുള്ള മുഅ്മിനീങ്ങൾ, വല്ലദീന തബഊഹും ബിഹ്സാൻ, പിന്നെ അവരുടെ മാർഗത്തെ പിൻപറ്റി അതേ നിലയിൽ ജീവിച്ചു പോന്നവർ. ഇത്രയും വലിയ സ്ഥാനം ബദരീങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തു, സഹാബാക്കൾക്കെല്ലാം അല്ലാഹു തആല കൊടുത്തു. ഇസ്ലാമിന്റെ ഭൂമികളിൽ പങ്കെടുത്ത ആ സഹാബാക്കൾ, അവരെക്കാൾ ഉന്നതരാകാൻ ലോകത്തിന് ഒരാൾക്കും സാധ്യമല്ല. നമ്മൾ എന്തൊക്കെ ദീനിനു വേണ്ടി ചെയ്താലും, അള്ളാഹുവിന് വേണ്ടി ഇനി എന്തൊക്കെ നമ്മൾ ചെയ്താലും ആ സഹാബാക്കളുടെ സ്ഥാനത്തെത്താൻ നമുക്ക് ആർക്കും കഴിയുകയില്ല. എന്തുകൊണ്ട്? അവരുടെ ജീവിതം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചു, അവരുടെ ജീവൻ അള്ളാഹുവിന് വേണ്ടി കൊടുത്തു, അവരുടെ മനസ്സ് അള്ളാഹുവിന് വേണ്ടി കൊടുത്തു. അതാണ് എന്റെ പ്രത്യേകത. നമ്മൾ ചെയ്യുന്നത് എന്താ? നമുക്ക് അള്ളാഹു തന്ന ആരോഗ്യം കൊണ്ട് റമളാനിൽ നോമ്പെടുക്കുന്നുണ്ട്, പിന്നെ ഒരു ദിവസം കൂടിപ്പോയാൽ 1 മണിക്കൂർ ചിലവഴിച്ചുകൊണ്ട് 5 വഖത്ത് നിസ്കരിക്കുന്നുണ്ട്, പിന്നെ സമ്പത്തുള്ളവർ ഹജ്ജ് ചെയ്യുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള നന്മകളിൽ നമ്മൾ ജീവിതം ഒതുങ്ങി നിൽക്കുന്നു. ഇതിനപ്പുറം പരിശുദ്ധമായ ദീനിനു വേണ്ടി ഞാനും നിങ്ങളും എന്ത് കൊടുത്തിട്ടുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കി മുഅ്മിനീങ്ങളെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഇത് തന്നെ വലിയ സംഭവമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. 5 വഖത്ത് നിസ്കരിക്കുന്നത്, നോമ്പെടുക്കുന്നത്, സക്കാത്ത് കൊടുക്കുന്നത്, ജീവിതത്തിൽ 1 പ്രാവശ്യം ഹജ്ജ് ചെയ്യുന്നത്, ഇതൊക്കെ വലിയ സംഭവമായിട്ട് എനിക്കും നിങ്ങൾക്കും തോന്നുന്നുണ്ട്. പക്ഷേ സഹാബാക്കൾ ഈ ചെയ്ത ഇസ്ലാം കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചെയ്തതല്ല, മറിച്ച് വജാദൂ ബിഅംവാലിൻ വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതിൻ ഗസ്വതി. അവരുടെ ശരീരത്തെ തന്നെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തു, അവരുടെ ജീവിതത്തെ തന്നെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തു. അവർക്കായിട്ടൊരു ഇഷ്ടമില്ല, അവർക്കായിട്ടൊരു താല്പര്യമില്ല, അവർക്കായിട്ടൊരു ആഗ്രഹമില്ല. അവരുടെ എല്ലാ ഇഷ്ടങ്ങളും എല്ലാ താല്പര്യങ്ങളും എല്ലാം അള്ളാഹുവിന് വേണ്ടി കൊടുത്തുകൊണ്ട്, എല്ലാം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടിമകളായി മാറിയപ്പോൾ, അവിടെയാണ് അള്ളാഹുവിന്റെ അടിമകളായി മാറിയപ്പോൾ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാകുന്ന സ്വർഗത്തിനും അപ്പുറമുള്ള റിദ്വാൻ, അള്ളാഹുവിന്റെ തൃപ്തി അവർക്ക് കരസ്ഥമായി. അള്ളാഹു അവരെ പിൻപറ്റാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അവരുടെ മാർഗത്തിൽ അടിയുറക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ബദരീങ്ങളെ കുറിച്ച് പറയുമ്പോൾ, സഹാബാക്കളെ കുറിച്ച് പറയുമ്പോൾ, യുവതലമുറയ്ക്ക്, ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന നവയുഗത്തിലെ തലമുറയ്ക്ക്, പുതിയ യുവത്വത്തിന്, ചെറുപ്പക്കാർക്ക് വലിയ ഗുണപാഠമുണ്ട്. ബദരീങ്ങളെ നമ്മൾ അനുസ്മരിക്കണം. ബദരീങ്ങളുടെ ചരിത്രം നമ്മൾ ആവേശത്തോടെ പറയണം. പ്രത്യേകിച്ച് ഇന്നത്തെ ചെറുപ്പക്കാരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓരോ ചെറുപ്പക്കാരും അവർക്കെന്താണോ തോന്നുന്നത്, അവരെന്താണോ ആഗ്രഹിക്കുന്നത്, അതാണ് അവരുടെ ജീവിതം. അവിടെ ആരുടെ ഉപദേശം അവർക്ക് ഇഷ്ടമല്ല, ആരുടെയും നിയന്ത്രണം അവർക്ക് ഇഷ്ടമല്ല, ആരുടെയും നല്ല വാക്കുകൾ അവർക്ക് ഇഷ്ടമല്ല, മാതാപിതാക്കളുടെ സെന്റിമെന്റ്സ് അവർക്ക് ഇഷ്ടമല്ല. പുതിയ തലമുറ അതാണ്. നമ്മൾ ദിവസവും രാവും പകലും കണ്ടുകൊണ്ടിരിക്കുന്ന, ഇന്ന് നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരുടെ, കൗമാരക്കാരുടെ ഏറ്റവും വലിയ ദുരന്തങ്ങളായി മാറുന്നതിന്റെ അടിസ്ഥാന കാരണങ്ങൾ അവരുടെ ഈ ആശയമാണ്, ഈ ഒരു സ്വതന്ത്ര ചിന്തയാണ്. അവിടെ അവരുടെ മുന്നിൽ അവരെക്കാൾ പ്രധാനപ്പെട്ടതായി ആരുമില്ല. ആലോചിച്ചു നോക്കിയേ, ഇന്നത്തെ യുവതലമുറയ്ക്ക് അവരെക്കാൾ പ്രധാനപ്പെട്ടത് ഒന്നുമില്ല. അവരോളം ദുനിയാവിനെ, അവരോളം ലോകത്തെ മനസ്സിലാക്കിയവർ ആരുമില്ല. അത് മാതാപിതാക്കൾക്കും അറിയില്ല, അവരെ പഠിപ്പിക്കുന്ന ടീച്ചർക്കും അറിയില്ല. ഇതാണ് അവരുടെ ധാരണ. ഇന്നത്തെ കാലത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ ബോധ്യമുള്ളത് എനിക്കാണ് എന്നുള്ളതാണ് ഓരോ ചെറുപ്പക്കാരുടെയും ധാരണ. ഇവിടെയാണ് ഇന്നത്തെ യുവതലമുറ വഴിതെറ്റാൻ ഏറ്റവും വലിയ പ്രധാന കാരണം. ഇന്നത്തെ കൗമാരക്കാര് വഴിതെറ്റാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവിടെയാണ്. എന്റെ ശരീരം, എന്റെ ജീവിതം, എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ അതിനെ ഉപയോഗിക്കുമെന്നുള്ളത്. ഇവിടെയാണ് അള്ളാഹുവിന്റെ മഹാന്മാരായ ബദരീങ്ങളെ കുറിച്ചുള്ള ചരിത്രം നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മുടെ ഓരോ ചെറുപ്പക്കാരോടും, നമ്മുടെ വീട്ടിലെ ഓരോ കൗമാരക്കാരോടും ഈ മഹാന്മാരായ ബദരീങ്ങളുടെ ചരിത്രം നമ്മൾ പറഞ്ഞു കൊടുക്കണം. പരിശുദ്ധമായ റമളാനിന്റെ 17ാമത്തെ ദിവസം, 1400 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു നോമ്പുകാലം,
ഇന്നത്തെ പോലത്തെ സൗകര്യങ്ങളോ ഇന്നത്തെ പോലത്തെ ടെക്നോളജികളോ ഒന്നുമില്ലാത്ത അറേബ്യൻ മരുഭൂമിയിലെ പച്ചയായ ഒരു നോമ്പ് കാലം, അതും ഇസ്ലാമിലെ ആദ്യത്തെ ഫർളാക്കപ്പെട്ട റമളാൻ നോമ്പിന്റെ കാലം. അതാണ് റമളാൻ. ബദർ നടക്കുന്നത് ആ വർഷത്തിലാണ്. ആ ഒരു കാലഘട്ടത്തിൽ ആ ബദർ പരിശുദ്ധമായ ദീനിന് വേണ്ടി വിജയിച്ചടക്കിയ ഒരു കൂട്ടം സഹാബാക്കൾ, അവരാണ് ബദരീങ്ങൾ. അവരുടെ ചരിത്രം എക്കാലത്തും നമ്മളുടെ മക്കൾ പഠിച്ചിരിക്കേണ്ടവരാണ്. എന്തുകൊണ്ട്? നമ്മളെ മക്കളെ പോലെയുള്ള ചെറുപ്പക്കാരാൽ, യുവാക്കളാൽ വിജയിച്ചടക്കപ്പെട്ട ഒരു യുദ്ധമാണ് ബദർ യുദ്ധം. എന്തിനു വേണ്ടിയാണ്? അവരുടെ കുടുംബത്തിന് വേണ്ടിയല്ല, അവരുടെ ഇഷ്ടങ്ങൾ നടക്കാൻ വേണ്ടിയല്ല, അവരുടെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയല്ല. ഇന്നും കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്, ഇന്നും ക്രൂരമായ കൊലപാതകങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. എന്തിനു വേണ്ടി ചോദിച്ചാൽ, അവനവന്റെ ആഗ്രഹങ്ങൾക്ക്, അവനവന്റെ താല്പര്യങ്ങൾക്ക് വിലങ്ങതടിയാകുന്നവരെ തീർക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ ആശയും ആഗ്രഹവും. അതാണ് അവർ കളിക്കുന്ന ഗെയിം, അതുമായി ബന്ധപ്പെട്ടതാ. അവർ കാണുന്ന ഫിലിമുകൾ അതുമായി ബന്ധപ്പെട്ടതാ. അവനവന്റെ ആഗ്രഹം നിലനിർത്താൻ, അവനവന്റെ താല്പര്യത്തെ നിലനിർത്താൻ അതിന് തടസ്സമാകുന്ന ഉമ്മയാണെങ്കിൽ ഉമ്മയെ തീർക്കുക, വാപ്പയാണെങ്കിൽ വാപ്പയെ തീർക്കുക, കാമുകയാണെങ്കിൽ കാമുകയെ തീർക്കുക. കാരണം എന്റെ ആഗ്രഹവും എന്റെ ഇഷ്ടം എന്താണോ അത് നടക്കണം. ഇതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളുടെ സമുദായം, നമ്മളുടെ മുസ്ലിം സൊസൈറ്റി, ബദരീങ്ങളെ ചരിത്രം പറഞ്ഞുകൊണ്ട് ആവേശോജ്വലമാകുന്ന നമ്മളുടെ സമുദായം, ബദരീങ്ങൾ ദീനിനു വേണ്ടി കഷ്ടപ്പെട്ട ചരിത്രത്തിന്റെ താളുകൾ പറയുന്നത് ആരാണോ ആ സമുദായം. അതാണ്. അല്ലാഹു തആല ഈ സമുദായത്തെ നന്നാക്കുമാറാകട്ടെ. നമ്മളുടെ ചെറുപ്പക്കാരെ അല്ലാഹു തആല നന്നാക്കുമാറാകട്ടെ. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത് വിജയിപ്പിച്ചത് യുവാക്കളായിരുന്നു എന്ന് മാത്രമല്ല, കൗമാരക്കാരായിരുന്നു. ബദർ യുദ്ധത്തിലെ യോദ്ധാക്കളും ജേതാക്കളും അവരായിരുന്നു. മഹാനായ ഉമൈർ ബിൻ വഖാസ്, അബൂ വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ചെറിയ സഹാബി, ചെറിയ കുട്ടിയാണ്. ബദർ യുദ്ധത്തിന്റെ രംഗം, ബദർ യുദ്ധത്തിന് വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകളെ ശരിയാക്കുന്ന സമയം, എല്ലാവരെയും തയ്യാറാക്കുന്ന സമയത്ത് ഉമൈർ എന്ന് പറയുന്ന ആ കുട്ടി അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരന്റെ പിറകിൽ ഒളിച്ചൊളിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ജ്യേഷ്ഠൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ ഒളിച്ചൊളിച്ചു നിൽക്കുന്നത്? അത് എന്നെ നബി തങ്ങൾ കാണാതിരിക്കാനാണ്. കണ്ടാൽ എന്താ? കണ്ടാൽ എനിക്ക് പൊക്കം കുറവല്ലേ, എനിക്ക് പ്രായം കുറവല്ലേ ഉള്ളൂ, ഞാൻ എന്നെ യുദ്ധത്തിൽ നിന്ന് നബി തങ്ങൾ പിന്തിരിപ്പിച്ചു കളയും. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ എനിക്കും ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ് ബദർ യുദ്ധത്തിൽ വെച്ച് ഷഹീദാകണമെന്ന്. അതുകൊണ്ട് നബി തങ്ങളുടെ കണ്ണിൽ പെട്ടുപോയാൽ എന്നെ തിരിച്ചയക്കും, എനിക്കത് ഇഷ്ടമല്ല, എനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കണം. വെറും 18 വയസ്സായ പ്രായമുള്ള ഒരു കൗമാരക്കാരന്റെ ആഗ്രഹമാണ് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. നബി തങ്ങൾ പറഞ്ഞു, നീ യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള പ്രായമായിട്ടില്ല, നീ തിരിച്ചു പോകണം. അദ്ദേഹം നബി തങ്ങളോട് മുമ്പിൽ നിന്നുകൊണ്ട് കരഞ്ഞു. എന്തിനു വേണ്ടി? ഒരു യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് ഷഹീദാകാനുള്ള ആഗ്രഹമാണ്. അവിടെയാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഇന്നത്തെ കൗമാരക്കാരോട് ബദരീങ്ങളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കണമെന്ന് പറയുന്ന പ്രിയമുള്ളവരെ, അവരവരുടെ ഇഷ്ടത്തിന് വേണ്ടിയല്ല, ഒരു അനീതിക്ക് വേണ്ടി എതിരെയുള്ള പോരാട്ടം, ഒരു അസത്യത്തിനെതിരെയുള്ള പോരാട്ടം, ഈ ദുനിയാവിൽ സത്യത്തെ സ്ഥാപിക്കുവാനുള്ള പോരാട്ടം. ആ പോരാട്ടത്തിന് വേണ്ടി 18 വയസ്സേ പ്രായമായിട്ടുള്ളെങ്കിലും എനിക്കും അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കണമെന്നുള്ള വല്ലാത്ത ആഗ്രഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വിട്ടപ്പോഴും നബി തങ്ങളോട് പറഞ്ഞു, ഇല്ല നബിയെ, എനിക്ക് പങ്കെടുത്തേ തീരൂ. അങ്ങനെ പങ്കെടുത്തു അദ്ദേഹം. അങ്ങനെ എത്ര ചെറുപ്പക്കാരുടെ കഥകൾ ഈ പരിശുദ്ധമായ ബദർ യുദ്ധത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിനേക്കാൾ ചെറിയ പ്രായത്തിലുള്ള 2 ചെറിയ മക്കൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന മഹാനായ മുആദ്, മുഅവ്വിദ് റളിയല്ലാഹു അൻഹുമാ, 2 സഹോദരങ്ങളാ. ഒന്ന് മുആദ്, മറ്റൊന്ന് മുഅവ്വിദ്. ഈ 2 പേരും 8 വയസ്സിൽ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നു. 8 വയസ്സ് പ്രായം. ആ സമയത്ത് മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മനോഹരമായ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം കേട്ട് ആകൃഷ്ടരായി, ഇത് എവിടെ നിന്ന് ഇറങ്ങി, എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹുവിനോട് ചോദിച്ചു. അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തി ഖുർആനിന്റെ വാക്യങ്ങൾ അവർ ഓതി കൊടുത്തു. അതിൽ ആകൃഷ്ടരായി തിരുനബിയുടെ സവിധത്തിൽ വന്ന് 8 വയസ്സ് പ്രായക്കാരായ മുആദും മുഅവ്വിദും ഇസ്ലാം മതം സ്വീകരിച്ചു. ചെറിയ മക്കൾ, ബാല്യമാണ് അവരുടെ പ്രായം. അത് കഴിഞ്ഞതിന് ശേഷം ബദർ യുദ്ധത്തിൽ അവരും പങ്കെടുക്കാൻ വേണ്ടി തയ്യാറായി വന്നു. അങ്ങനെ യുദ്ധം നടക്കുന്നതിനിടയിൽ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഈ 2 കുട്ടികൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അയിന അബൂജഹൽ, ഉപ്പ
ഉപ്പ ഈ അബൂജഹൽ എവിടെ? ഇദ്ദേഹം യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടെ ചോദിച്ചു, നിങ്ങൾക്ക് എന്തിനാ ഇപ്പൊ അബൂജഹലിനെ കണ്ടിട്ട്? ഇല്ല, ഇന്നി സമീഅതു അന്നഹു യസുബ്ബു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ അബൂജഹല് തിരുനബിയെ ചീത്ത വിളിക്കുന്നു, ആക്ഷേപിക്കുന്നു എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവനാണ് മക്കയിൽ വെച്ച് തിരുനബിയെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചിട്ടുള്ളത് എന്ന്, ക്രൂരമായി തങ്ങളെ മർദ്ദിച്ചിട്ടുള്ളത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ ബദറിന്റെ രണാങ്കണത്തിൽ വെച്ച് അബൂജഹലിനെ ഞാൻ കണ്ടാൽ ഒന്നുകിൽ അവന്റെ ജീവൻ അല്ലെങ്കിൽ എന്റെ ജീവൻ ഈ ബദറിൽ നഷ്ടപ്പെടണം. ഇതുപോലെ രണ്ടുപേരും മുഅവ്വിദ്, രണ്ട് സഹോദരന്മാരോട് അബ്ദുറഹ്മാൻ ഔഫിനോട് പറയുക. അദ്ദേഹത്തിന് തമാശയായിട്ട് തോന്നി, കഴിഞ്ഞു വിട്ടു. അങ്ങനെ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന സന്ദർഭത്തിൽ അബൂജഹലിനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് കണ്ടു. അപ്പോൾ ഈ രണ്ട് മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അബൂജഹലിനെ അല്ലേ അന്വേഷിക്കുന്നത്? ദോ നിൽക്കുന്നുണ്ട് അബൂജഹൽ എന്ന്. ഈ രണ്ട് മക്കൾ വെറും 12-13 വയസ്സ് പ്രായമുള്ള മുആദും മുഅവ്വിദും, കൈകളിൽ വാളുണ്ടായിരുന്നു. രണ്ടുപേരും അതിശീഘ്രം അബൂജഹലിന്റെ കുതിരയുടെ അടുക്കലേക്ക് എത്തുകയാണ്. ഒരാൾ കുതിരയുടെ കാല് വെട്ടി കുതിര മറിഞ്ഞു വീണു. അതിൽ നിന്ന് അബൂജഹൽ തറയിൽ വീണ് അബൂജഹലിനെ വെട്ടുകയാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി, ബദർ രണാങ്കണത്തിലെ ഏറ്റവും വലിയ ശത്രുക്കളുടെ ശക്തി അബൂജഹലായിരുന്നു. ഒരാള് കുതിരയുടെ കാല് വെട്ടി കുതിരയിൽ നിന്ന് താഴെ വീണ അബൂജഹലിനെ അടുത്തയാള് വെട്ടി. രണ്ടുപേരും ഓടി ഇലാ ഹദറത്ത് റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുനബി അടുക്കലേക്ക് വന്നിട്ട് പറയുന്നു, നബിയെ, ഞാൻ അബൂജഹലിനെ കൊന്നിട്ടുണ്ട്. മുആദ് പറഞ്ഞു, മുഅവ്വിദ് പറഞ്ഞു, നബിയെ, ഞാനും അബൂജഹലിനെ കൊന്നിട്ടുണ്ട്. രണ്ടുപേരും തർക്കമായി ആരാണ് അബൂജഹലിനെ കൊന്നത്. രണ്ടുപേരും വെട്ടിയിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തർക്കം, ആവേശം കണ്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, കിലാകുമാ ഖതൽതുമാ, നിങ്ങൾ രണ്ടുപേരുമാണ് അവനെ കൊന്നിട്ടുള്ളത്. അവന്റെ ഗനീമത്ത് സ്വത്ത് മുആദിന് മുഅവ്വിദ് റളിയല്ലാഹു അൻഹുമയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയമുള്ളവരെ, അവരുടെ ജീവനും ജീവിതവും കൊടുത്തത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. ഇത് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറുപ്പക്കാർ പഠിക്കണം. പരിശുദ്ധമായ റമദാനിന്റെ 17ാമത്തെ രാവിൽ ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഒട്ടിയ വയറുമായി, ഇടറുന്ന ശബ്ദവുമായിട്ട്, ഒടിഞ്ഞ വാളുകളുമായിട്ട്, കയ്യിലൊരു പരിചയില്ലാതെ, വേണ്ട ആയുധങ്ങളില്ലാതെ, സഞ്ചരിക്കാൻ വാഹനങ്ങളില്ലാതെ ഇറങ്ങി തിരിച്ച അല്ലാഹുമ്മ ഹാദിഹിൽ ഇസാബ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും ഞാൻ പറയാറുള്ള വാക്കാണിത്. ബദറിനെ അനുസ്മരിക്കുമ്പോഴൊക്കെ, ബദരീങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ പറയാറുള്ള വാക്കാണ്. ബദറിന്റെ രണാങ്കണത്തിൽ ഇന്ന് മസ്ജിദുൽ അരീസ് എന്നറിയപ്പെടുന്ന ഒരു പള്ളി ബദറിന്റെ അടുത്തുണ്ട്. ബദറിന്റെ രണാങ്കണത്ത് പോയവർക്കറിയാം, ബദർ ഇന്ന് ആ യുദ്ധക്കളത്തിന്റെ അടുത്തായിട്ട് ഒരു പള്ളിയുണ്ട്. മസ്ജിദുൽ അരീഷ് എന്നാണ് അതിന്റെ പേര്. അവിടെയാണ് ആ യുദ്ധത്തിന്റെ തലേ ദിവസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ടെന്റ് കെട്ടിയത്. നബി തങ്ങൾ താമസിച്ചത് അവിടെയാണ്. അവിടുത്തെ സുജൂദിൽ കടന്നുകൊണ്ട് തിരുനബി പറഞ്ഞ വാക്കാണ്, അല്ലാഹുമ്മ ഹാദിഹിൽ ഇസാബ, അല്ലാഹുവേ, എന്റെ ഈ ചെറിയൊരു സംഘം, എന്റെ ചെറിയൊരു സംഘം 313 ആളുകൾ, അവരുടെ കയ്യിൽ ആവശ്യത്തിനുള്ള ആയുധങ്ങളില്ല, അവരുടെ കയ്യിൽ സമ്പത്തില്ല, കഴിക്കാൻ ഭക്ഷണങ്ങളില്ല, ഒരു യുദ്ധത്തിന് വേണ്ട ഒരു തയ്യാറെടുപ്പുകളുമില്ല. ഗസയുടെ പൊന്നോമന മക്കൾ അവിടത്തേക്ക് ചീറിപ്പാഞ്ഞു വരുന്ന ബോംബുകളുടെയിലേക്ക് ചെറിയ ചരൽക്കല്ലെടുത്തെറിഞ്ഞതുപോലെ ആ ഒരു സംഭവത്തെ, ആ ഒരു കാഴ്ചയെ അനുസ്മരിക്കപ്പെടുന്ന ബദരീങ്ങളുടെ രംഗമായിരുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥയും അതായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹാദിഹിൽ ഇസാബ, അല്ലാഹുവേ, ഒരു ചെറിയൊരു സംഘം ഇൻതുഹ്ലക് നാളെ ബദറിലേക്ക് ഇറങ്ങുകയാണ്. ഖുറൈശികൾ അവരുടെ എല്ലാ ആഡംബരങ്ങളുമായി, അവരുടെ സർവ്വ ആയുധങ്ങളുമായി, യുദ്ധത്തിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമായി 1000-ൽ പരം യോദ്ധാക്കൾ, സേനാധിപതിമാർ ഇതാ മക്കയിൽ നിന്ന് തയ്യാറായി വരികയാണ്. അവരുടെ മുമ്പിൽ ഒറ്റ വയറുമായി പട്ടിണി കോലങ്ങളായ എന്റെ സഹാബത്ത് നോമ്പുമായിട്ട് ഇതാ ഇറങ്ങിത്തിരിക്കുകയാണ്. അല്ലാഹുമ്മ ഹാദിഹിൽ ഇസാബ, അല്ലാഹുവേ, ചെറിയൊരു സംഘം ഇൻതുഹ്ലക് നാളെ ബദറിൽ വെച്ചുകൊണ്ട് അവരെല്ലാവരും മരിച്ചു വീണാൽ, അവരെല്ലാവരും നശിച്ചു പോയാൽ, ഇന്നക ലാ തുഅബദു ബഅദഹു അബദ, പിന്നെ ദുനിയാവിൽ നിന്നെ അല്ലാഹ് എന്ന് വിളിക്കാൻ ഒരാളുണ്ടാവില്ല റബ്ബേ, പിന്നെ നിനക്ക് സുജൂദ് ചെയ്യാൻ ഈ ഭൂമിയിൽ ഒരാൾ ഉണ്ടാവുകയില്ല അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്നുകൊണ്ട് പറഞ്ഞത്. പ്രിയമുള്ളവരെ, അതാണ് രംഗം. ആ ബദറിൽ വിജയിച്ചില്ല എങ്കിൽ പിന്നെ ഭൂമി ലോകത്ത് ഇസ്ലാമിന്റെ പ്രഭയില്ല.
ആ ബദർ വിജയിച്ചടക്കിയില്ലായിരുന്നെങ്കിൽ പിന്നെ അള്ളാഹ് എന്ന് വിളിക്കാൻ ഭൂമിയിൽ ഒരാളില്ല. ആ രംഗത്താണ് ഈ പറയപ്പെട്ട 8ഉം 9ഉം 10ഉം 18ഉം വയസ്സുള്ള ചെറുപ്പക്കാർ അള്ളാഹുവിന് വേണ്ടി, ദീനിന് വേണ്ടി അവരുടെ ജീവനും ജീവിതവും ഒക്കെ കൊടുത്തത്. ഈ യുവതലമുറ നമ്മൾ അതറിയണം. നമ്മളുടെ മുസ്ലിം ചെറുപ്പക്കാർ, നമ്മളുടെ കുടുംബങ്ങളിൽ വളരുന്ന കൗമാരക്കാർ ഈ ചരിത്രങ്ങൾ പഠിക്കണം. അവർ ദീനിലേക്ക് മടങ്ങി വരണം. സഹാബാക്കളുടെ ചരിത്രങ്ങൾ ഓർക്കണം. അവരെ പിൻപറ്റാൻ തയ്യാറാകണം. എന്നാൽ റളിയല്ലാഹു അൻഹു വറളു അൻ, ആ സഹാബാക്കളെ കൊണ്ട് അല്ലാഹു തൃപ്തിപ്പെട്ടുവെങ്കിൽ ആ തൃപ്തി നമുക്കും കരസ്ഥമാകും. ദീൻ എന്ന് പറയുന്ന പ്രഹസനങ്ങളല്ല, ദീൻ എന്ന് പറയുന്ന വെറും ചടങ്ങുകളല്ല, ദീൻ എന്ന് പറയുന്ന വെറും ആചാരങ്ങളല്ല. ദീൻ യാഥാർത്ഥ്യമാകണം. ഏത് ഇസ്ലാമിന്റെ ഏത് ഘട്ടം വന്നാലും തന്റെ ജീവിതവും ജീവനും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഒരു അടിമയായി ജീവിക്കാൻ. എനിക്ക് ഇഷ്ടങ്ങളില്ല, എന്റെ റബ്ബിന്റെ ഇഷ്ടമാണ് എനിക്ക് പ്രധാനം. എനിക്ക് താല്പര്യങ്ങളില്ല, ഇവിടെ എന്റെ റബ്ബിന്റെ താല്പര്യമാണ് പ്രധാനം. എനിക്ക് ആഗ്രഹങ്ങളില്ല, എന്റെ റബ്ബിന്റെ ആഗ്രഹങ്ങളാണ് പ്രധാനം. അങ്ങനെ ഒരു അടിമയാകണം. ആ അടിമയുടെ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അടിമയെ പോലെ ഈ ദുനിയാവിൽ ജീവിച്ചു. ഈ ലോകത്ത് നേടാൻ കഴിയുന്നതിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥ നേടിയെങ്കിലും ഒരു അടിമയെ പോലെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചു. ആ തങ്ങളെ പിൻപറ്റി ജീവിക്കാൻ ഈ റമളാനിന്റെയും ഈ ബദറിന്റെയും ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് കാരണമാക്കുമാറാകട്ടെ. ബിഹഖ്ഖി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.